ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1171ന്റെ ബ്രീഫ് സ്പോയിലേഴ്സ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഡീകോഡിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഈ സ്പോയിലർ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്തൊന്ന് അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. റാഗ്നിർ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. സോറോയുടെ തലയിൽ ഒരു പൂച്ച ഇരിക്കുന്നതാണ് ഈ ചാപ്റ്ററിന്റെ കവർ ഫോട്ടോ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട ഹോളി നൈറ്റ് ആയിട്ടുള്ള ഹരാൾഡിന്റെ ആ മരണം ഇമുവിനെ വല്ലാതെ തളർത്തി. കാര്യം പുള്ളിയെ വെച്ച് എൽബാഫ് മൊത്തത്തിൽ കീഴടക്കാമെന്ന് ഒരുപാട് പ്ലാൻ ഇട്ടതാണല്ലോ ഇമു. അതിങ്ങനെ പൊളിഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഹോളി നൈറ്റിനെ കൂടെ എൽബാഫിലേക്ക് വിടാൻ പോലും ഇമുവിന് ഭയമായി പോയി. എൽബാഫ് ഒരിക്കലും വേൾഡ് ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റ് ആവില്ല, കാര്യം അവർക്ക് ഡി ക്ലാനുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് ഇമു പറയുന്നുണ്ട്. സോ ഇമ്മോർട്ടാലിറ്റി ഗ്രാൻഡ് ചെയ്യുന്ന ഇമുവിന്റെ ആ കോൺട്രാക്റ്റിനെ പോലും നിഷ്പ്രഭമാക്കാനുള്ള ഒരു ശക്തി എൽബാഫിലെ ആ ലെജൻഡറി ഡബിൾ ഫ്രൂട്ടിനും അത് കഴിച്ച ലോക്കിക്കും ഉണ്ട് എന്ന് ഇമുവിന് മനസ്സിലായിട്ടായിരിക്കും വീണ്ടും അങ്ങോട്ടേക്ക് ഹോളി നൈറ്റ്സിനെ അയക്കാൻ ഇമു ഒന്ന് മടിച്ചത്. ഇപ്പോഴാണെങ്കിലും ലോക്കി അണ്ടർവേൾഡിൽ തടവിൽ കിടക്കുകയാണെന്നുള്ള ധൈര്യത്തിലായിരിക്കും ഷാംറോക്കിനെയും ടീമിനെയൊക്കെ എൽബാഫിലേക്ക് വിട്ടിട്ടുണ്ടാവുക. അങ്ങനെ ആ വലിയ ഫ്ലാഷ് ബാക്ക് അങ്ങ് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രസന്റിലേക്ക് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഈ കഥയെല്ലാം കേട്ടിട്ട് ഹാജുറുദ്ദീൻ ലോക്കിയെ എടുത്ത് മാപ്പ് പറഞ്ഞിട്ട് അവനെ വിലങ്ങൊക്കെ അഴിച്ച് ഫ്രീ ആക്കുകയാണ്. സോ ബ്രദേഴ്സ് തമ്മിലുള്ള ഇമോഷണൽ മൊമെന്റ്സ് ഒക്കെ ഈ ചാപ്റ്ററിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അണ്ടർവേൾഡിലേക്ക് മുകളിൽ നിന്നൊരു ഡ്രൗഗർ മോൺസ്റ്റർ വീഴുന്നുണ്ട് എന്ന് പറയുന്നു. ഡ്രൗഗർ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ഒരു ചാപ്റ്ററിൽ കണ്ട ആ സോംബി പോലെ ഇരിക്കുന്ന മോൺസ്റ്റർ ആണ്. കുട്ടികളുടെ ആ ഭയത്തിൽ നിന്ന് കില്ലിംഗ്ഹാം സൃഷ്ടിച്ചെടുത്തില്ലേ ആ മോൺസ്റ്റർ. ഇപ്പോൾ ഈ മോൺസ്റ്ററിനെ ഹാൻഡിൽ ചെയ്യുന്നത് ലോക്കിയാണ്. അവൻ ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങൾ സണ്ടർലമിലേക്ക് പോക്കോ, ഞാൻ ഇവിടുത്തെ ഈ പണി തീർത്തിട്ട് പറന്നങ്ങ് എത്തിക്കോളാമെന്ന്. സോ ലോക്കിയുടെ ആ ഡബിൾ ഫ്രൂട്ടിന് പറക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ മിക്കവാറും അത് ആ നിധോഗ് എന്ന് പറയുന്ന ഡ്രാഗണിന്റെ പവർ തന്നെ ആയിരിക്കണം. മുമ്പൊരു കളർ സ്പ്രെഡിലും നാക്കിങ്ങനെ ലോക്കിയുടെ കൂട്ട് നീട്ടിയ ഒരു പർപ്പിൾ ഡ്രാഗണിനെ നമ്മൾ കണ്ടിരുന്നല്ലോ. ഫോർ ഷാഡോയിങ്. ഇപ്പോൾ ലൂഫി ആണെങ്കിൽ ഈ ബാക്കി ടീമിന്റെ കൂടെ സണ്ടർലമിലേക്ക് പോകുന്നില്ല. അവനിവിടെ ലോക്കിയുടെ ഫൈറ്റ് കാണാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ലോക്കി ആണെങ്കിൽ ഇപ്പോൾ ഈ റാഗ്നർ വെച്ചിട്ട് നിഫൽഹെയിം എന്ന് പറഞ്ഞൊരു അറ്റാക്ക് ചെയ്തിട്ടാണ് ഈ ഡ്രൗഗറിനെ തോൽപ്പിക്കുന്നത്. നിഫൽഹെയിം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് ട്രീ ആയിട്ടുള്ള ഈഗ്ഡ്രസിലെ 9 ലോകങ്ങളിലെ ഒരു ലോകമാണ്. അതായത് ഒരു റിലം. അണ്ടർവേൾഡിലാണ് നിഫൽഹെയിം സ്ഥിതി ചെയ്യുന്നത്. അത് റിലം ഓഫ് ഐസ് ആൻഡ് കോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് തണുത്തുറഞ്ഞ നദികളൊക്കെ ഉള്ള ഒരു റിലം. ഇപ്പോൾ ഈ ലോക്കിയുടെ നിഫൽഹെയിം എന്ന് പറയുന്ന അറ്റാക്കിൽ ആ ഡ്രൗഗർ മോൺസ്റ്റർ ഫ്രീസ് ആയി പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോക്കിയുടെ പവറെല്ലാം കണ്ടിട്ട് നമ്മുടെ ലൂഫി ആകെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പോയിലേഴ്സ്. എന്തായാലും ഇതൊരു കിടിലൻ ചാപ്റ്റർ തന്നെ ആയിരിക്കുമെന്ന് 100% ഉറപ്പാണ്. പിന്നെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന ആഴ്ച വീണ്ടും ഒരു ബ്രേക്കാണ്. സോ ഗൈസ്, അപ്പോൾ ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ വെള്ളിയാഴ്ച തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടുമെന്നറിയാം. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1171ന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമായിട്ട് വെള്ളിയാഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.